കണ്ണടച്ചാൽ നീയാണ് സിംഷിത സിംഷിത. ഗൈസ്, കല്യാണ ചെക്കൻ കല്യാണ പെണ്ണിനെ കാണാൻ വേണ്ടി പോവുകയാണ്. പിന്നെ കല്യാണ ചെക്കൻ പിന്നെ അമ്മായിനെ കാണാൻ പോകും. എടാ, ഇന്ന് ചെക്കൻ എന്ത് പറഞ്ഞാലും കേക്കണം. അതിന് മറുപടി കൗണ്ടർ അടിക്കാൻ അതിന് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പറയണം. അവൻ അവളെ കാണുകയാണ്. 28 വർഷത്തിന്റെ കാത്തിരിപ്പ്, 29 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവൻ പോവുകയാണ് അവന്റെ മണവാട്ടിയെ കാണാൻ. അങ്ങനെ വേണം പറയാൻ, മൊഞ്ചത്തിയെ കാണാൻ. അങ്ങനെ അല്ല, ഇതിന് കോപ്പറേറ്റിട്ടാണ് യൂട്യൂബിൽ അടിക്കും ഞാൻ. ഓക്കെ, അപ്പൊ തൊട്ട് മുന്നത്തെ ഒരു മിനിറ്റ് തൊട്ട് മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ നമ്മളതാ വയനാട് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൊടുങ്ങല്ലൂർക്ക് 4-5 മണിക്കൂർ എടുക്കും. 100-200 കിലോമീറ്റർ ഉണ്ട് നമുക്ക് യാത്ര. അപ്പൊ പോണേക്കുള്ള ഫുഡും തമാശകളും പർച്ചേസും ചായ പിടിച്ച് എനിക്ക് ചായ പിടിക്കാനൊന്നും ഇറങ്ങുന്നില്ല. അപ്പം നമ്മളിവിടെ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇത് കണ്ണാപ്പി, അത് മണ്ണപ്പൻ, എടാ ഇത് മണാലി, ഇത് ചെറിയ മോൻ. ഇവർക്കൊക്കെ വേറെ എന്തൊക്കെയോ പേരുകളാണ്. ഇന്നറിയില്ല ഇവന് മണാലി. ഇവൻ മണാലിയില് എന്തോ കഞ്ചാവ് ഇട്ടിട്ടാണ് ആ പേര് കിട്ടിയതാണ് കേൾക്കണത്. ഇവന് മണ്ണപ്പൻ അങ്ങനെ മണ്ണ് വരുത്തുന്നുണ്ട്. മണ്ണപ്പൻ ചുട്ടു ഇപ്പോഴും മണ്ണപ്പൻ ചുട്ടു മണ്ണപ്പൻ ചുട്ടിട്ട് പേരാണ്. അപ്പൊ ഗൈസ്, കുറച്ച് ടെൻഷനോട് കൂടിയും എന്നാലും സന്തോഷത്തോടു കൂടിയും നമ്മൾ കൊടുങ്ങല്ലൂരിലേക്ക് പോവാണ്. വെല്ലിപ്പൊന്ന് രാവിലെ ഡ്രസ് ആക്കും. നിങ്ങളെപ്പോഴാ കൂടല്ലൂര് അപ്പൊ ഇനി നമ്മൾ നേരെ കൊടുവള്ളി പോവാ. ഫൈസിക്കാന്റെ അടുത്ത് പോവാണ്. അവിടെയാണ് പിന്നെ ഓക്കുള്ള നിക്കാന്റെ ഡ്രസ്സ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഇങ്ങോട്ട് എടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ അതെടുത്തിട്ട് വേണം പോവാൻ. അപ്പം അടിക്കട്ടോ. ഓക്കെടാ, മറക്കല്ലേ. എന്റെ മോനെ ഇത് പെണ്ണിന്റെ നിക്കായിൽ നിന്നുള്ള ഡ്രസ്സാണ്. തമ്മിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തട്ടാ. അളേ, ലോറി വിളിക്കേണ്ടി വരുമോ? എവിടെയാണ് മോനെ? പെട്ടി കറട്ടെ. അളിയന്റെ വണ്ടിയിലാണ് എന്റെ നിക്കാന്റെ ഡ്രസ്സും ഓളെ നിങ്ങളെ മക്കളെ നോക്കിയില്ലെങ്കിൽ അതിന് ഇടയ്ക്കിടയ്ക്ക് ചോറോ കഞ്ഞിയോ എന്താ അതാ ചിക്കിങ് പോപ്കോൺ നാസിന്റെ അളിയൻ ഇടാൻ പറ്റാഞ്ഞിട്ട് മടിയായിട്ട് ചെലവായിട്ട് ഗ്ലാസ് ഉള്ളത്തെ കുരുട്ട് തുറന്നിട്ടേ ഞാന് ഫണ്ടിന്റെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ഡ്രസ്സിന് വരെ AC. അനിയനെ വിളിച്ച് പറഞ്ഞിക്കാം. എന്റെ ഉമ്മാനൊന്ന് വിളിച്ച് പറയുവാനോട് എണീറ്റ് വരാം. വർക്ക്ഷോപ്പിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കുടിക്കാനുള്ള Alright guys, let's go. Yeah. Are you okay with Coke? Yeah. വേണ്ട, കൊക്കക്കോളക്ക് പ്രൊമോഷൻ ആവും. തിരിച്ചുപിടി. Drink water. Drink water. No Coca-Cola. പിന്നെ റൊണാൾഡോ കേക്കണ്ട. ഇനി ഇരുന്ന കുട്ടികൾ നാശം. ഓക്കെ, ബൈ ഗൈസ്. ബൈ ബൈ ബ്രോ. വായിലുള്ളോ ഞങ്ങളായിട്ട് വരാം. രാത്രിയാകുമ്പോ മലയാളി ഇവിടെ അല്ല, മലയാളി കറങ്ങി വരും. എന്തത് ഓനെ ഇടന്ന് പോയതാ. വരൂ ഞങ്ങള് ഇങ്ങനെ
മോദല മംഗള അരിപ്പോ 12 ആനയും കുതിരയും തെടുക്കിട്ട് വറുത്തിട്ട് വൈനാം പള്ളിക്കെന്തിന് പോയി അമ്മോളെ അരക്കല്ല ചെരക്കല്ല അന്ന വെള്ളം നാച്ചി കുടിച്ചവളേ. അമ്മോ ഗായ്സ്, നമ്മളിപ്പോ ചോറ് തപ്പി വിശക്കുന്നു ഗായ്സ്. ചോറ് തെരഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിലാണെങ്കിൽ ഒരു കട തുറന്നിട്ടില്ല. കല്യാണച്ചക്കൻ എന്താണ് പറയാനുള്ളത്? കല്യാണച്ചക്കൻ എന്താണ്? ഞാനാണോ ഇതിനെല്ലാത്തിനും കാറ്? ഹോട്ടൽ Come on guys. ഒട്ടകങ്ങൾ വരി വരി വരിയായി, മരങ്ങൾ നിര നിര നിരയായി, നിര നിര നിരയായി, നിര 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 നിരയായി, നിര നിരയായി, നിര നിര നിരയായി, നിര നിര നിരയായി, നിര നിര നിരയായി, നിര നിരയായി, നിര നിര നിരയായി പോവുകയാണല്ലോ ഒട്ടകങ്ങൾ വരി വരി വരിയായി, വരി വരി വരിയായി, വരി വരി വരിയായി, വരി വരിയായി, വരി വരി വരിയായി, വരി 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 വരിയായി. നമ്മളോടെ കളി ഗായ്സ്. ഒരു ചോറ് കിട്ടാനല്ലേ പാടിയുള്ളൂ. തിരൂരിന്ന് നമ്മൾ പിന്നെ തിരിഞ്ഞ് വീണ്ടും പൊന്നാനി. പൊന്നാനിന്ന് പിന്നെ നേരെ ഗുരുവായൂരിന്ന് വാടാനപ്പള്ളി. ഗുരുവായൂർ പോവാണ് ദീപുവിന്റെ വീട്ടിൽ നിന്ന് ചോറ്. നല്ല ചോറും ബീഫ് ഉണ്ടായിട്ട് 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് ഒരു ഊട്ടുപോലെ കിട്ടി ഗായ്സ്. തൃപ്പയാർ എത്തിയോ? അല്ല, മൂച്ചിക്കല്ലാണുള്ളത്. വിശക്കുന്ന നല്ല എന്തെങ്കിലും ഉണ്ടായാൽ മതി. ഇതില് കല്യാണ സദ്യ ഉണ്ടാവും. ഇതൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കണ്ടേ വ്ളോഗറെ? അപ്പൊ നമുക്കിനി പാത്രം കാണിച്ചിട്ട് തുടങ്ങാം. ഇന്ന് എന്റെ ബാച്ചിലർ ആയിട്ടുള്ള ലാസ്റ്റത്തെ ഊണാണ്. നാളെ മുതൽ ഞാൻ ബാച്ചിലർ. നാളെ മുതൽ ഫാമിലി മാൻ ആണ്. ഉച്ചക്ക് ചോറുന്ന ഞാൻ ഒരു ഫാമിലി മാൻ ആയിട്ട് ഓളെ കാത്തിക്കണ. എങ്ങനെയുണ്ട്? എന്തൊക്കെ ഉണ്ട് റിവ്യൂ? നല്ല രസം. നമുക്കിപ്പോ ചോറുണ്ട്, സോയാബീൻ ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ എന്തോ ഒരു ഉപ്പേരി ഉണ്ട് കേട്ടോ. മണ്ണു എന്താ അവസ്ഥ? അല്ലേ ബാച്ചിലർ ഊണ്, ലാസ്റ്റ് ഊണ്. സാമ്പാർ ഓക്കെ, കുറച്ചുകൂടി ഓക്കെ. സാമ്പാർ ഒഴുകുന്നു ഗൈസ്. ബണ്ട് കെട്ടി അടയ്ക്കട്ടെ. സാമ്പാർ വന്നു. ഇതെന്തിനാ സ്ട്രോയോ? മോരല്ലല്ലോ, രസല്ലേ? രസല്ലേ? രസമുണ്ടോ? നമുക്ക് കഴിച്ചു തന്നെ കാണിക്കില്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മധുരം അത് നിർബന്ധ. നല്ല ഫുഡ് അല്ലേ? അടിപൊളി. നല്ല വയറ് നിറഞ്ഞിട്ടോ. നമ്മള് കാത്തുന്നതിന് കാര്യം ഉണ്ടായില്ലേ? ഏറ്റവും വലിയ ഇതെന്താ, വയനാട്ടിലെ പെരുമഴ, പേരും ചൂട്. നമ്മൾ കല്യാണം കൊണ്ട് മാറ്റിയാലോ? അതല്ല നമ്മള് അതെ. അപ്പൊ അടുത്തെന്താ പരിപാടി? കല്യാണം കഴിക്കാൻ പോകണം. ആണാ? ചായ എപ്പളാ? കൂടെ ഉള്ളവർ എവിടെയുള്ളതെന്ന് ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾ വഴിയേറ്റി ഇവിടെ എത്തി. എന്തായാലും നമ്മള് ഓൺ ദ വേ ഉണ്ട്. ചായ എപ്പളാ? ഫുഡ് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇനി ചായ എടുത്തുമ്പോ കാണട്ടോ. എന്താ പറയുള്ളത്? ചായ കുടിക്കുമ്പോ ഓ, ചോറൊക്കെ തിന്നിട്ടതാ. ഞണ്ട് ബിരിയാണി തിന്ന വരി മീങ്ങി തിന്നാണ്. മറ്റേ കൊളക്കോയി കിടന്ന് ഉറങ്ങണായിരുന്നു. എന്തുവാടേ ഇവനൊക്കെയാണ് ചോറ് മേടിച്ചു കൊടുക്കണ്ടേ. ഇനിതാ ഞങ്ങൾക്ക് വെറും
2 മണിക്കൂറേ ഉള്ളൂ. 68 കിലോമീറ്റർ. 1 മണിക്കൂർ 68 കിലോമീറ്റർ 2 മണിക്കൂറുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പോട്ടെ. തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ടാൽ കൊതി കൊണ്ട് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി വിട്ടതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ് ഈ രാജാത്തി? ഇതനക്ക് മാത്രമേ അറിയുള്ളൂ. ഈ പണ്ട് മനസ്സിലെയുന്ന മാണിക്ക മണിമുത്ത രാജാത്തി മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണ് ഈ രാജാത്തി? ഏതാണ് ഈ രാജാ? നല്ലൊരു പാട്ട് ഞാനോ അല്ല ഈ നാറി ഞാനോ ഈ ചൊമ്പ് വലത്തോട്ടോ വേറെ പാട്ടാടി അതന്നെ പാടിയായിരുന്നു. എന്താ പാടേ? 1 2 3 സ്റ്റാർട്ട്. ഇവര് 4 സ്വഭാവമായി എന്ത് ചെയ്യാനാ? പുതുക്ക പെണ്ണേ മെഹറുബ പട്ടുകൊട്ട പൊന്നു നിന്നെ മെഹറുബ നിന്റെ പട്ടിൽ കണ്ണു വെക്കാൻ പുതുമണവാളൻ മെഹറുബ പുതുക്ക പെണ്ണേ മെഹറുബ പട്ടുകൊട്ട പൊന്നു നിന്റെ മെഹറുബ നിന്റെ പകിട്ടിൽ കണ്ണു വെക്കാൻ പുതുമണവാളൻ. അടിമറ്റോന് കൊടുക്കാം. മാണിക്കക്കല്ലേ മഞ്ചത്തി പൂവേ ചെമ്പക മല്ലിക വാസകറാണി കാർമുടി പൂരകം ചൂടാൻ മെഹറുബ. മാണിക്കക്കല്ലേ മഞ്ചത്തി പൂവേ ചെമ്പക അത് നോക്കി വായിക്കണ്ട. നിനക്ക് മനസ്സിലുള്ള പാടിയത് ഞമ്മക്കറിയില്ല ബാക്കിയുള്ളത്. അടുത്ത വേറെ ഏതും പാട്ട് പാടി. അടുത്ത പാട്ട് നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണിൻ മുന്നിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് സിംഷിദാ സിംഷിദാ. നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണിൻ മുന്നിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് സിംഷിദാ സിംഷിദാ. ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ചെക്കന്മാർക്ക് കിടിലൻ ഇഷ്ടപ്പെട്ടാ? പൊളിയല്ലേ? ഓക്കെ. വിത്ത് ബാർ കേട്ടോ. ആ ബാർ കയറി എന്തെങ്കിലും അടിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ ഇത് ഇവിടുന്ന് അടിക്കുക. നിങ്ങൾക്ക് എന്തും അടിക്കുക. എന്നിട്ട് ഈ റൂം നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി. എല്ലാം എൻ്റെ പേരിൽ വരും. ഇത് പറഞ്ഞത് ഞാൻ കുടുങ്ങിയോ? അപ്പം ഇവർക്കുള്ള റൂമ് നമുക്ക് സൂട്ട് റൂമാണ്. താഴെയാണ് കേട്ടോ. അതിൽ കൂടി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ കൊടുങ്ങല്ലൂർ എത്തിയിരിക്കുകയാണ്. ഒഫീഷ്യലി നാളെ എൻ്റെ കല്യാണം. ഓക്കെ. പോൾ സെറ്റ് നമുക്കൊന്ന് കുറന്ന് പുറത്ത് പോകണം. എന്നിട്ട് റെസ്റ്റ് എടുക്കണം. നിങ്ങൾക്ക് വേണ്ട? പുറത്ത് പോകാം. ഞാൻ എൻ്റെ റൂം കൂടി കാണിച്ചു തരാം. അപ്പം നമ്മളെ സ്യൂട്ട് റൂമിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മളെ സ്യൂട്ട് റൂം. ബാത്റൂം ഇവിടെ ഉണ്ട്. എക്സ്ട്രാ ഇവിടെ കുറച്ച് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ അവിടെ എന്താ? ഓ 2 ബാത്റൂം. ഒരാളിവിടെ കുളിക്കുമ്പോൾ ഒരാളവിടെ കുളിക്കും. ബെഡ് കാര്യങ്ങൾ എല്ലാം സെറ്റപ്പാണ്. അപ്പം നമ്മൾ കൊടുങ്ങല്ലൂർ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം 12 മണിക്കൂറേ ഉള്ളൂ ഏകദേശം നമ്മളെ നിക്കാഹ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മുതൽ ബാച്ചിലർ യാസീൻ ഇന്നാണ് എന്റെ ലാസ്റ്റ് നൈറ്റ് ഓഫ് ബാച്ചിലർ. ഇവരെ കൂടെ അടിച്ച് പൊളിക്കാനുള്ള പരിപാടിയാണ്. നാളെ മുതൽ ഞാനൊരു ഫാമിലി മാൻ ആവും. നാളെ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ഞാൻ ഫാമിലി മാൻ ആവും. പിന്നെ എല്ലാത്തിനും ഏതിനും സമ്മതമെടുത്ത് ഇന്നും കൂടെ അല്ലൂടാ ഞാൻ നിങ്ങളെ കൂടെ ഉള്ള താമസവും ഇതൊക്കെ.
ഈ നാളെ മുതൽ ഞാൻ കഴിഞ്ഞി. ലാസ്റ്റ് ഡേ ഓഫ് യാസി. എന്തോ പറയാൻ വന്നല്ലോ. അപ്പം അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ കൊടുങ്ങല്ലൂർ എത്തിയിട്ട് സേഫ് ആണ്. നമ്മളുള്ളത് പാലസ് ഇൻ പാരഡൈസ് എന്ന് പറഞ്ഞ ഹോട്ടൽ. ഓക്കെ, അപ്പം ബൈ ബൈ. ഇന്ന് രാത്രി ഇവരൊക്കെ പിന്നെ ഓളെ വീട്ടിൽ പോകുന്നുണ്ട്. എന്തിന്? ഡ്രസ് കൊടുക്കാനൊക്കെ. അതിന്റെ വീഡിയോസ് വരുന്നതായിരിക്കും.